friends, welcome back to amiZ Cook and Craft. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ചുക്കയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ നോർമൽ ചിക്കൻ കറിയിനെക്കാട്ടിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സവാളയാണ്. 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിയുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണികൾക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. സവാള ചെറുതാക്കിയിട്ട് അരിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് മാറ്റുക. സവാള നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ കുറേ നാൾ ഇതേപോലെ കേട് വരാതിരിക്കും. നമുക്ക് കുക്കിംഗ് ടൈം കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയാണ്. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വേണം യൂസ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. നമ്മുടെ ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് പിടിക്കണം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഈ ഒരു മസാല മാത്രമേ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ മസാല ഒന്നും നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നില്ല. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് വരണം. അതുവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ചെറുതായിട്ട് കുക്കായി വരുമ്പോഴാണ് ആ ഒരു കളർ ചേഞ്ച് നമുക്ക് തോന്നുക. അതുവരെ ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ 3/4 ഭാഗം വെന്തിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്കിത് കോരിയെടുക്കാം. ഞാൻ കുറച്ചുകൂടി ഡ്രൈ ആക്കാനായിട്ട് ഒരു 2 മിനിറ്റ് തുറന്ന് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ലൊരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. ചപ്പാത്തിയിൽക്കായാലും പൊറോട്ടയിൽക്കായാലും നല്ലൊരു കോമ്പിനേഷനാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ അടിപൊളിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ നോർമൽ ചിക്കൻ കറി കഴിക്കുന്നതിനെക്കാട്ടിയും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ അവരെ സർപ്രൈസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ഡിഷ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യാണ്. അതുപോലെ തന്നെ സേഫ് ആയിട്ടിരിക്കാൻ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.